ഹലോ. അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് സ്നോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഫ്രഷായി അങ്ങോട്ടേക്ക് പോവാന്ന്. ഈ വീഡിയോയിൽ കൂടുതലായിട്ടുള്ളത് നമ്മൾ ആ സൈറ്റിലേക്ക് പോകുന്നത് വരെയുള്ള വ്യൂ ഒക്കെയാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. പിന്നെ നമുക്കവിടെ സ്നോയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഇടാനുള്ള ഡ്രസ്സും ഈ ബൂട്ടൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവരവിടെ വണ്ടി നിർത്തി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത്. അവിടേക്ക് എത്താൻ കുറച്ചധികം ദൂരം പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്നോ ഒക്കെ കാണുന്നത് ചെറിയൊരു നിഴൽ പോലെയാണ് കാണുന്നതെങ്കിലും അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരുപാട് വർഷമായിട്ട് ഉള്ള ആഗ്രഹമായിരുന്നു മണാലിയിലേക്കൊന്ന് പോവുക, മഞ്ഞൊന്ന് കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളെത്തിയത് അടൽ ടണലാണ്. ഹിമാചൽ പ്രദേശിലെ ലേ മണാലി ഹൈവേയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കപാതയാണ് അടൽ ടണൽ. 9.02 കിലോമീറ്റർ നീളമുള്ള അടൽ ടണൽ സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ തുരങ്കമാണ്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ ടണൽ അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ സ്നോ ഉള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് കോക്സർ എന്നാണ് കേട്ടോ. അങ്ങനെ മഞ്ഞ് വരണമെന്ന ആഗ്രഹം ഞാനിതാ സാധിച്ചിരിക്കും. ഇനി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആവാമല്ലേ? ഇത്രയും ആഗ്രഹിച്ച് മഞ്ഞൊക്കെ കാണാൻ വന്നതല്ലേ. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മൂപ്പര് സാധിച്ചു തന്നു. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞ ഒരാഗ്രഹം ഞാൻ സാധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ മഞ്ഞിലുള്ള ആർമാദിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ചു പോന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു സ്പോട്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള വീഡിയോസാണ് ഇപ്പോൾ കാണുന്നത്. ആ മുഖത്തേക്കൊന്ന് നോക്ക്, നല്ല ചിരിയല്ലേ? വെറുതെയാണ്, ഫുൾ ആക്ടിങ്ങാണ്.
കാരണം ആ സ്ഥലത്ത് ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമായിരുന്നു. നമ്മൾ സ്നോയിൽ പോയപ്പോൾ ഉള്ള തണുപ്പിനേക്കാൾ കൂടുതലായിരുന്നു ഈ സ്ഥലത്ത്. കാറ്റും കൂടെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര തണുപ്പായിരുന്നു. കുറേ പേരൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും, കാരണം അത്രയും സഹിക്കാൻ പറ്റാത്തായിരുന്നു. ഇത് ക്യാമറ ഓൺ ആയതുകൊണ്ട് മാത്രമുള്ള എക്സ്പ്രഷൻസാണ്. അങ്ങനെ ലാസ്റ്റ് ഡേ നമ്മൾ മണാലിയോട് വിട പറഞ്ഞ് തിരിച്ചു പോരുകയാണ്. അപ്പോൾ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വരുന്ന വഴിയിലാണ് അടുത്ത പ്രോഗ്രാംസൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി. എമ്മിക്കുട്ടി കാര്യമായിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്പോട്ടിലാണ്. ഇവിടെ നമ്മൾ പൈസയൊക്കെ അടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം പാരാഗ്ലൈഡിങ്ങിന് പോകുന്നത് കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഓഫ് റോഡ് ആയതുകൊണ്ട് അവർ തന്നെ വണ്ടി കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. രാവിലത്തെ ചായ ശരിയാകാത്തതുകൊണ്ട് അവിടെ ഒരു ചേച്ചീനെ കണ്ടപ്പോൾ 2 മാഗിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അവരുടെ വണ്ടി വന്ന് ഈ സ്റ്റാർട്ടിങ് സ്പോട്ടിലേക്ക് നമ്മൾ ആ വണ്ടിയിൽ കൊണ്ടുപോകാൻ. ഇവിടെയാണ് കേട്ടോ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. ഒരു മലയുടെ മുകളിലാണിത്. ഇത് എൻഡിങ് പോയിൻ്റാണ്. പാരാഗ്ലൈഡിങ്ങിൻ്റെ എൻഡിങ് പോയിൻ്റാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഗ്രൗണ്ടിലേക്കാണ് അവർ ലാസ്റ്റ് നമ്മൾ ഇറക്കി വിടുന്നത്. ഇനി നമ്മളെ പാരാഗ്ലൈഡിങ്ങിൻ്റെ വീഡിയോ കണ്ടാലോ? Yeah, let me take you on a trip to the land of spices, where the culture never did. Yeah, yeah. Alright, the bottle's on me, long as someone drink it. Never drop the ball, fuck it y'all thinking. Making sure the young money ship is never sinking. About to set it off in this bitch Jada Pinkett. I shouldn't have drove, tell me how I'm getting home. You too fine to be alone. അടുത്തത് റിവർ റാഫ്റ്റിംഗ് ആയിരുന്നു. ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് റിവർ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് അപ്പുറത്തേക്കായിട്ട് ഇതിൻ്റെ എൻഡ് പോയിൻ്റ് ഉണ്ടാവും. അവിടെ നമ്മൾ വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്യുക. അവിടെയുള്ള തണുപ്പ് തന്നെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നനയും കൂടി ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ചുകൊണ്ട് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ക്യാൻസൽ ചെയ്തു. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് റിവർ റാഫ്റ്റിംഗ് ചെയ്തതിൻ്റെ ഫോട്ടോസാണ്. ഡൽഹിയിലേക്ക് തിരിച്ചു പോകാനുള്ള ബസ് ഈ സ്പോട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകണം. അങ്ങനെ മണാലി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. താങ്ക് യു.